ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ പേര് ജോനാഥൻ ബിനു. ഞാൻ കാൽവറി ബാപ്റ്റിസ്റ്റ് ചർച്ച് ആലുവ സഭയുടെ അംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 36ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 25ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 25ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ ദയക്കായും വിടുതലിനുമായുള്ള ദാവീദിന്റെ പ്രാർത്ഥനയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവവുമായുള്ള തന്റെ ആത്മീയ ബന്ധത്തിൽ നിന്നും ചില ആത്മീക സത്യങ്ങൾ പങ്കുവെക്കുന്നത് പഠിക്കാൻ കഴിയും. വലിയവനായ ദൈവം തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എപ്രകാരമുള്ളവനാണെന്നും തന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അവൻ എപ്രകാരം വഴി നടത്തുന്നു എന്നും ഈ 10 വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അതിന്റെ 1ാം വാക്യത്തിൽ ദൈവമേ, നിങ്കലേക്ക് ഞാൻ എന്റെ മനസ്സ് ഉയർത്തുന്നു എന്ന് പറഞ്ഞ് ദാവീദ് പ്രാർത്ഥനയോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. 25ന്റെ 2-3 വാക്യങ്ങളിൽ ദാവീദിന് ശത്രുക്കളായ ചിലരെയും തന്നെ വെറുതെ ദ്രോഹിക്കുന്നവരെയും കുറിച്ച് ദാവീദ് പറയുന്നു. എന്നാൽ ദാവീദ് ആശ്രയം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണെന്നും ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്നുമുള്ളതായ തന്റെ അനുഭവമാണ് ദാവീദ് ഇവിടെ വ്യക്തമാക്കുന്നത്. 25ന്റെ 4-5 വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദാവീദ് അറിയുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നു. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ എന്നെല്ലാം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീകമായി നമുക്ക് വളരുവാനും നിലനിൽക്കുവാനുമുള്ള ഏറ്റവും പ്രധാന കാര്യം ദൈവത്തെ കൂടുതലായി അറിയുക എന്നത് തന്നെയാണ്. അതിന് കാരണമായി ദാവീദ് പറയുന്നത്, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നു എന്നാണ്. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 5ാം വാക്യം അവസാനിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അറിയുവാനും പഠിക്കുവാനും നമ്മുടെ രക്ഷയാകുന്ന ദൈവത്തിൽ നമുക്കും ദാവീദിനെ പോലെ ദിവസം മുഴുവനും പ്രത്യാശിക്കാം. 25ന്റെ 6-7 വാക്യങ്ങളിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും തന്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഇവിടെ ദാവീദ് തന്റെ ബാല്യത്തിലെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ കൃപ കൊണ്ടും ദയ കൊണ്ടും മാത്രമാണ് താൻ ആയിരിക്കുന്നത് എന്നും ദാവീദ് സമ്മതിക്കുന്നു. ഈ വേദഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ വാക്യമാണ് അതിന്റെ 8ാം വാക്യം. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ ജീവിതത്തിലെ ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണത്. ദൈവം നല്ലവനും നേരുള്ളവനുമാണെന്നുള്ളതിന് 5 കാര്യങ്ങൾ തുടർന്നുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത് കാണാൻ കഴിയും. ഒന്നാമതായി, അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. നമ്മുടെ ദൈവം നേരുള്ളവനും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവനുമാണ്. അവന് മാത്രമേ നമ്മെ നേർവഴിയിൽ നടത്തുവാൻ കഴിയുകയുള്ളൂ. 9ാം വാക്യത്തിൽ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവരെ ദൈവം തന്റെ ന്യായത്തിൽ നടത്തുന്നു, തന്റെ വഴികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യത എന്നത് ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന അവസ്ഥയാണ്. ദൈവത്തിന്റെ വഴികളെ പഠിക്കേണ്ടതിന് നമുക്ക് അവന്റെ മുമ്പാകെ സൗമ്യതയുള്ളവരായിരിക്കാം. അവസാനമായി, യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു.
ദൈവത്തിന്റെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചറിവാണ് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാണ് എന്നുള്ളത്. ഈ ഒരു ചെറിയ സങ്കീർത്തന വേദഭാഗത്തിലൂടെ ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവവുമായുള്ള തന്റെ വലിയ ആത്മീയ ബന്ധം നമുക്ക് പഠിക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവവുമായി ഇപ്രകാരം നല്ലൊരു ആത്മീയ ബന്ധമുണ്ടോ എന്ന് നമ്മെ തന്നെ ചോദന ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.